നമസ്കാരം, ഞാൻ രശ്മിയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നാളെ തിരുവാതിരയായിട്ട് ഇന്ന് ഞാനൊരു തിരുവാതിര പുഴുക്കിന്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. പയറുവർഗ്ഗങ്ങളും കിഴങ്ങുവർഗ്ഗങ്ങളും വെച്ചിട്ടാണ് നമ്മൾ സാധാരണ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുക. എല്ലാ കിഴങ്ങുവർഗ്ഗങ്ങളും വേണമെന്നില്ല കേട്ടോ, നമ്മളുടെ അടുത്ത് ഏതാണുള്ളത് അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം. അപ്പൊ വ്രതം എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് നല്ലൊരു തിരുവാതിര പുഴുക്ക് തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. പുഴുക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ്, അതായത് ഒരു 100 ഗ്രാം വൻപയർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ വേവിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതല്ല കുക്കറിൽ വേണ്ടെങ്കിൽ അടുപ്പിൽ ചട്ടിയിൽ വെച്ചിട്ട് വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പയറിന് താഴെ വെള്ളം വരുന്ന രീതിയിലൊരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുതിർത്തിയ പയറായതുകൊണ്ടാണ് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി അതല്ല കുതിർക്കാത്ത പയറാണെങ്കിൽ പയറിന് മുകളിൽ വെള്ളം വരുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 1.5 കപ്പൊക്കെ വെള്ളം ഒഴിച്ചാൽ മതിയാകും. എന്നിട്ടൊരു 5 വിസിൽ വരെയൊക്കെ എടുക്കേണ്ടി വരും. നമ്മളിപ്പോൾ കുതിർത്തിയ പയറായതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ മാത്രം എടുത്താൽ മതി. അപ്പോഴേക്ക് പയർ നന്നായിട്ട് വെന്ത് കിട്ടും. പയർ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പുഴുക്കിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. സാധാരണ നമ്മൾ തിരുവാതിര പുഴുകിന് കപ്പയും കാച്ചിലും ചേനയും ചെയ്യുമ്പോൾ മധുരക്കിഴങ്ങും കൂർക്കയും പിന്നെ നേന്ത്രക്കായും നനകിഴങ്ങൊക്കെയാണ് ഉപയോഗിക്കുക. ഇതെല്ലാം ഉപയോഗിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. ഞാനിപ്പോൾ ഇവിടെ ഓരോ കൈപ്പിടി വീതം എല്ലാ കഷ്ണങ്ങളും എടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എരിവിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എരിവുള്ള നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ കഷ്ണം എടുക്കുന്നത് അത് മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് വലിയ ബർണറുള്ള അടുപ്പിൽ ഫുൾ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. 2 വിസിലും വന്ന് അതിന്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ടാകും. ഇനി കുക്കറിലല്ല ചട്ടിയിലാണ് വേവിക്കുന്നതെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോ 2 വിസിലും കഴിഞ്ഞിട്ട് അതിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കുക്കർ തുറന്നു നോക്കാം. എന്നിട്ടൊരു ഫോർക്ക് വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ ഒന്ന് കുത്തി നോക്കാം. ഇത് കണ്ടില്ലേ, കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നമുക്ക് ഇതിനുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം. പിന്നെ അരപ്പ് വെളുത്തെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒതുക്കിയെടുത്താൽ മതിയാകുക. ഒരുപാട് അരഞ്ഞു പോകണ്ട. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. നമ്മൾ അവിയിലൊക്കെ ഒതുക്കിയെടുക്കില്ലേ, ആ ഒരു ഭാഗത്തിന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു തവണ മാത്രം ഒന്ന് കറക്കിയിട്ട് ഒതുക്കിയെടുത്താൽ മതി. അതല്ലെങ്കിൽ അമ്മിക്കല്ലിൽ ഒതുക്കിയെടുത്താലും മതിയേ. ഇപ്പൊ കഷ്ണങ്ങൾ വെന്തോ അരപ്പും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെന്ത് വന്നിരിക്കുന്ന പയറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കഷ്ണങ്ങളൊന്നും ഒരുപാട് ഉടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരുപാട് ഉടച്ച് നമ്മൾ ചക്കപ്പുഴുക്കിനൊക്കെ ചെയ്യുന്നത് പോലെ അത്രയും ഉടയ്ക്കേണ്ട ആവശ്യമില്ല. കഷ്ണങ്ങൾ കുറച്ചൊക്കെ ഉടയാതെ കിടക്കും വേണം. നമ്മൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പുഴുക്ക് എന്തായാലും തണുത്ത് കഴിയുമ്പോഴേക്കും നമ്മൾ എത്ര വെള്ളം ഒഴിച്ചു കൊടുത്താലും പിന്നെ അത് കട്ട പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് എത്ര ലൂസിലാണ് പുഴുക്ക് വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ അരപ്പ് ചേർത്തതിന് ശേഷം പുഴുക്കൊന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു 2 കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെറുതെ എടുക്കുന്ന സമയത്താണെങ്കിൽ ഈ ഒരു രീതിയിൽ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാം. ഇനി അതല്ല സാധാരണ സമയത്താണ് നമ്മൾ പുഴുക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ തേങ്ങ അരക്കുന്നതിന്റെ കൂടെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി അതല്ലെങ്കിൽ ചെറിയുള്ളി ചേർത്തിട്ട് അരപ്പുണ്ടാക്കിയെടുക്കാം. അപ്പോഴും പുഴുക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു പുഴുക്ക് നമുക്ക് കാപ്പിയുടെ കൂടെ വെറുതെ കഴിക്കാം. അതല്ലെങ്കിൽ ഗോതമ്പ് കഞ്ഞിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ കൂടെയും കഴിക്കാം. അപ്പൊ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ തിരുവാതിരയ്ക്ക് എല്ലാവരും ഈ ഒരു പുഴുക്ക് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ.